ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില വ്യക്തികൾ ഒരിക്കൽ പരസ്യമായിട്ട് നിങ്ങളെ കളിയാക്കി ചിരിച്ചിരുന്നു എന്ന് കാണാം. യാതൊരുവിധ മടിയും കൂടാതെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളെ നോക്കി ചിരിച്ചിരുന്നു. അവർ കരുതിയത് അവർ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതം പോകുമെന്നായിരുന്നു. നിങ്ങളുടെ അവസാനവും എല്ലാം അവർ സങ്കല്പിച്ച രീതിയിലായിരിക്കും എന്നായിരുന്നു. അവർക്ക് നിങ്ങളെക്കുറിച്ച് ചില മുൻവിധികൾ ഉണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സ്റ്റക്കായി നിൽക്കും എന്നൊക്കെയുള്ളൊരു മുൻവിധി അവർക്ക് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ക്ഷമയെ, നിങ്ങളുടെ പേഷ്യൻസിനെ അവർ നിങ്ങളുടെ ബലഹീനതയായിട്ട് കണ്ടിരുന്നു. നിങ്ങളുടെ നിശബ്ദതയെ നിങ്ങളുടെ തോൽവിയായിട്ട് അവർ ചിന്തിച്ചു. അവരുടെ ആ ഒരു കളിയാക്കൽ വലിയ ശബ്ദത്തോടെ ഉള്ളതായിരുന്നു. കാരണം അവരുടെ ഇൻസെക്യൂരിറ്റീസ് തന്നെയാണ് അവർക്ക് നിങ്ങളെ കളിയാക്കാൻ അവരെ പ്രേരിപ്പിച്ചതും. അവർ നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിനെയും പരിഹസിച്ചു. നിങ്ങളൊന്നും പ്രതികരിക്കാതെ ഇരുന്നപ്പോൾ അതിനെയും അവർ പരിഹസിച്ചു. അവരെ ഭയപ്പെടുന്നതാണെന്നും അല്ലെങ്കിൽ അവർ വിജയിച്ചു എന്നും അവർ കരുതി. എന്നും നിങ്ങൾ അവരുടെ പുറകിലായിരിക്കും, അല്ലെങ്കിൽ അവരെന്നും മുകളിലായിരിക്കും, നിങ്ങളെന്നും താഴെയായിരിക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ കരുതിയിരുന്നു. നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും അറിയില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊക്കെ അവർ ചിന്തിച്ചു. നിങ്ങൾക്ക് മുൻപിലാണ് എല്ലാ കാര്യത്തിലും അവരെന്ന് അവർ കരുതി. കാരണം അവർ നിങ്ങൾ നിശബ്ദമായ സമയങ്ങളിലും അല്ലെങ്കിൽ പ്രതികരിക്കാതിരുന്ന സമയങ്ങളിലും അവർ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെക്കാൾ മുൻപിലാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ച ആ ഒരു ആത്മനിയന്ത്രണം നിങ്ങളെ കൂടുതൽ മൂർച്ചയുള്ള വ്യക്തിയാക്കുകയാണ് ചെയ്തത്. പലതരം ഡിസ്ട്രാക്ഷൻസ് അവരെ അവരുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും അകറ്റിയതായിട്ട് കാണാം. അതുപോലെ അവർ വർഷങ്ങളോളം ഗോസിപ്പ് പറയാനും അടക്കം പറയാനും നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്താനും മറ്റുള്ള വ്യക്തികളോട് നിങ്ങളെക്കുറിച്ച് നുണ പറയാനും മറ്റുള്ള വ്യക്തികളെ നിങ്ങൾക്കെതിരെയാക്കാനും അല്ലെങ്കിൽ നുണ പറയാൻ അവരെ ഏൽപ്പിക്കാനും ഒക്കെ അവർ അവരുടെ സമയം ചിലവഴിച്ചു. അത് ചില വ്യക്തികൾക്ക് നിങ്ങളോട് സംശയം ഉണ്ടാക്കാനും നിങ്ങളെ തെറ്റിദ്ധരിക്കാനും ഒക്കെ കാരണം ആവുകയും ചെയ്തു. നിങ്ങളെ ഒറ്റപ്പെടുത്താനും നിങ്ങളെ മാനസികമായി തകർക്കാനും ഒക്കെ അവർ അവരുടെ മാക്സിമം സമയവും ഉപയോഗിച്ചു. ഈ ഒരു വ്യക്തി കരുതിയത് ഒരുപാട് പേരെ നിങ്ങൾക്കെതിരെ തിരിച്ച് അവർ ഒരുമിച്ച് നിങ്ങളെക്കുറിച്ച് നെഗറ്റിവിറ്റി പറഞ്ഞ് പരത്തിയാൽ നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്റ്റക്കാക്കാം, തകർക്കാം, നിങ്ങളെ തകർക്കാം എന്നൊക്കെയായിരുന്നു. തകർക്കുന്നത് അല്ലെങ്കിൽ മാനസികമായിട്ട് തകർക്കാൻ കഴിയുന്നത്, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് അവർക്ക് വിജയിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് അവർ കരുതി. അവരുടെ ഈ ഒരു വിശ്വാസം തന്നെയാണ് അവർക്കെല്ലാം നഷ്ടപ്പെടാൻ കാരണമായതും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലും ഒരു ഭയം ഉണ്ടായിരുന്നു. അവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ, ഒരുമിച്ചുള്ള നുണകൾ എല്ലാം തന്നെ നിങ്ങളെ മാനസികമായിട്ട് ബാധിച്ചിരുന്നു. നിങ്ങളിൽ പലർക്കും ആങ്സൈറ്റി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. പാനിക് അറ്റാക്ക് ഉണ്ടായി. എന്നാൽ ആ ഭയത്തെ നിങ്ങളെ ഭരിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല എന്ന് കാണാം. അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടായ ആ ഒരു പ്രഷർ അന്ന് നിങ്ങളിൽ ബാധിച്ചിരുന്നു എങ്കിലും അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് കാണാം. അവരുടെ സമയം മുഴുവൻ നിങ്ങളുടെ ഗോസിപ്പ് പറയുന്നതിനും അവർ ശരിയാണ് എന്ന് തെളിയിക്കുന്നതിനായിട്ട് മാറ്റിവെച്ചപ്പോൾ നിങ്ങൾ പുറത്തുള്ള വാലിഡേഷന് പോകാതെ നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനുമാണ് ഉപയോഗിച്ചത്. നിങ്ങളിൽ ഡിസിപ്ലിൻ കൊണ്ടുവരികയും നിങ്ങളുടെ കഴിവുകളെ കണ്ടുപിടിക്കുകയും നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത് വളർത്തിയെടുക്കുകയുമാണ് നിങ്ങൾ ചെയ്തത്. ഈ വ്യക്തി നിങ്ങൾ അവരുടെ പ്രവൃത്തികളിൽ പ്രതികരിക്കാതെ യാതൊരു റിയാക്ഷനും നിങ്ങൾ നൽകാതെ നിശബ്ദമായി ഇരുന്നപ്പോൾ അവർ കരുതിയത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ സ്റ്റക്കായി, ഇനി ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകില്ല, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെയായിരുന്നു. അതുപോലെ ചില വ്യക്തികൾ ചിന്തിച്ചത് നിങ്ങൾ അവരോട് എന്തോ തെറ്റ് ചെയ്തു, അതിനെ ഡിവൈൻ കൊടുത്തതാണ് എന്നാണ്. അങ്ങനെ പോലും ചിന്തിച്ച ചില വ്യക്തികളുണ്ട് എന്ന് കാണാം. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ തെറ്റുകൾ അവരപ്പോഴും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. എന്തിനും അവർ ചെയ്ത എന്ത് തെറ്റുകൾക്കും എപ്പോഴും അവർക്കൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. എന്നാൽ നിശബ്ദതയിൽ നിങ്ങളിൽ വരുത്തിയ ആ ഒരു മാറ്റം അവർക്ക് പ്രത്യക്ഷമാവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ അവരുടെ മുൻപിലെത്തിയപ്പോൾ അത് വളരെ ഉച്ചത്തിലാണ് അവർക്ക് അനുഭവപ്പെട്ടത്.
അവർ നിങ്ങളുടെ ഓരോ ചലനങ്ങളും കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനും ഒക്കെ ശ്രമിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞ കുറവുകളെയും തോൽവികളെയും എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പഠിച്ച പാഠങ്ങളെയാണ് എണ്ണിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തെയാണ് നിങ്ങൾ എണ്ണിയത്. സത്യസന്ധനായ ആ ഒരു സാക്ഷി, ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള സാക്ഷി, അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട് എന്ന് കാണാം. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, അവർ യഥാർത്ഥത്തിൽ ഇന്നും അതേ ചിന്തകളുമായിട്ട് അതേ ഈഗോയുമായിട്ട് അതേ രീതിയിൽ തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിൽക്കുന്നതായിട്ടാണ്. യാതൊരുവിധ ചെറിയ മാറ്റങ്ങൾ പോലും അവർ വരുത്തിയിട്ടില്ല. കാരണം അവർക്ക് അവരെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ താല്പര്യം മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നതിലായിരുന്നു. അത് അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനെ സ്റ്റക്കാക്കുകയും ചെയ്തു എന്ന് കാണാം. യഥാർത്ഥത്തിൽ അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ഇരുന്നിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാനും അല്ലെങ്കിൽ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് കാണാം, അല്ലെങ്കിൽ നിങ്ങളെ മോശമാക്കാൻ ശ്രമിച്ചു എന്ന് കാണുന്നുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതിനും അവർ പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തി. ഇന്ന് അതിൻ്റെ അനന്തരഫലങ്ങൾ വ്യക്തമായിട്ട് പുറത്തു വരാൻ തുടങ്ങുന്നു. അവരെ സാമ്പത്തികം ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണാം. അവർ കാണിച്ച അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഇന്ന് അവർക്ക് സ്ട്രെസ്സായി മാറുന്നതായി കാണാം. കടങ്ങൾ അവർക്ക് ചുറ്റും കൂമ്പാരമായി വരുന്നു. ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ദിവസം എങ്ങനെ തള്ളി നീക്കും, എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയെ കാണുന്നു. കാരണം പരിഹരിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മുൻപിൽ ഇന്ന് നിൽക്കുന്നു. എന്നാൽ നിങ്ങൾ മുൻപോട്ട് പോയി. ടോക്സിക് ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ബൗണ്ടറീസ് വെച്ചു എന്ന് കാണാം. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു. അതുപോലെ ബന്ധങ്ങളെക്കാൾ നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകി. ആ ഒരു തീരുമാനം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് എന്ന് കാണാം. അവരുടെ കൂടെ ചേർത്ത് നിങ്ങൾക്കെതിരെ തിരിച്ച് നുണകൾ പറഞ്ഞു പരത്തിയ വ്യക്തികൾ, അല്ലെങ്കിൽ ആ ഒരു സ്മിയർ ക്യാമ്പയിൻ ഫെയിലായിപ്പോയി എന്ന് കാണാം. കാരണം സത്യത്തെ ഒരുപാട് കാലം ചേർത്ത് വയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അവർ പറഞ്ഞ നുണകൾ അവരുടെ ഈഗോ കാരണം അവർ തന്നെ തകർത്തു എന്ന് കാണുന്നു. നിങ്ങളുടെ പ്രവൃത്തിയിലുള്ള സ്ഥിരത മറ്റുള്ളവർ നിരീക്ഷിക്കാൻ തുടങ്ങി. അതുപോലെ അവരുടെ സ്ഥിരതയില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർ നിരീക്ഷിക്കാൻ തുടങ്ങി. അതുപോലെ സമയം കഴിയുമ്പോൾ അവരിലുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരിലുണ്ടാക്കുന്ന പ്രഷർ അവരുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തു കൊണ്ടുവരാൻ കാരണമാകുമെന്ന് കാണുന്നു. അവരുടെ മുഖം മൂടികൾ പതിയെ താഴെ വീഴും. നിങ്ങളെ നോക്കി ഒരിക്കൽ അവർ പരിഹസിച്ച് ചിരിച്ചപ്പോൾ അവരുടെ കൂടെ കൂടി നിന്ന് അവരോടൊപ്പം നിങ്ങളെ പരിഹസിച്ച വ്യക്തികൾ നിങ്ങളെ ഇന്ന് അത്ഭുതത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ നിങ്ങളെ നോക്കാൻ തുടങ്ങുമെന്ന് കാണുന്നു. ഇന്ന് നിങ്ങൾ ആരുടെയും അപ്രൂവൽ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോവുകയാണ്. അവർക്കറിയാം അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന്. ആ ഒരു സമയത്ത് അങ്ങനെ നിങ്ങളോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും അവർക്കറിയാം. അതുപോലെ ഒരിക്കൽ അവരുടെ കൂടെ നിന്ന വ്യക്തികൾ പോലും ഇന്ന് അവരെ കേൾക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണാം. കാരണം എപ്പോഴും മറ്റുള്ളവരുടെ സത്യസന്ധതയെ കബളിപ്പിക്കുന്നത് തിരിച്ചടിക്കും. അന്യായമായിട്ട് മറ്റുള്ളവരുടെ സത്യസന്ധതയെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതൊക്കെയും നമുക്ക് തിരികെ ലഭിക്കും. ഇത് അവരുടെ ഇൻസെക്യൂരിറ്റികളെ തന്നെ പുറത്തു കൊണ്ടുവരാൻ കാരണമായി. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വെറുപ്പ് തുറന്നു കാട്ടി. അവരിലെ കുറവുകൾ കാരണമാണ് അവരിങ്ങനെ മറ്റുള്ളവരോട് കാണിക്കുന്നത് എന്ന് ചുറ്റും നിന്ന വ്യക്തികൾ മനസ്സിലാക്കി എന്ന് കാണാം. അതുപോലെ നിങ്ങളുടെ സത്യസന്ധത ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. നിങ്ങൾ ആണ് സത്യം. നിങ്ങളുടെ പരിശ്രമങ്ങളും നിങ്ങളുടെ വാക്കുകളും ഒന്നാണ് എന്ന് കാണാം. നിങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ നിങ്ങളിൽ ആത്മവിശ്വാസം വീണ്ടും തിരികെ കൊണ്ടുവന്നു എന്ന് കാണുന്നു. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സത്യത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്തു. അല്ലാതെ ഗോസിപ്പ് പറയാനോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനോ അല്ല നിങ്ങൾ ശ്രമിച്ചത്. എന്ത് തന്നെ ആയാലും നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ചിന്തകളെ മെച്ചപ്പെടുത്താനും എക്സ്പാൻഡ് ചെയ്യാനും കാരണമായിട്ടുണ്ട് എന്ന് കാണുന്നു.
അതുപോലെ നിങ്ങളിൽ പലർക്കും ആ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന സമയത്തിൽ നിന്നും ഉത്സാഹമുള്ള അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് വന്ന നിങ്ങളെ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയുള്ള വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് അനായാസം തുറന്നു വരും. അത് നിങ്ങളുടെ പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നായിരിക്കും. പുതിയ അന്തരീക്ഷം, പുതിയ മാറ്റങ്ങൾക്ക് നിങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവർ ഇനി ഒരിക്കലും നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിക്കില്ല. അവർ നിങ്ങളെ നോക്കി പലതും പഠിക്കാൻ ശ്രമിക്കും എന്ന് കാണുന്നു. അവർക്ക് ഇനി നിങ്ങളുടെ ഒന്നിനെയും അവഗണിക്കാൻ സാധിക്കില്ല എന്ന് കാണുന്നു. അവരിൽ പലരും നിങ്ങളെ ഒരു റെഫറൻസ് ആയിട്ട് കാണുന്നതായി കാണാം. അതാണ് ഈ ഒരു സമയത്ത് വരാനിരിക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാകുന്നത്, മറ്റുള്ളവർ അവരുടെ സമയം നുണകൾ പറയാനും ഗോസിപ്പ് പറഞ്ഞ് പരത്താനും തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സത്യം പുറത്തു വരും എന്നുള്ളത്. കൂടാതെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വ്യക്തത ലഭിക്കുകയും നിങ്ങളിൽ ഗ്രോത്ത് ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിലും ജീവിത സാഹചര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അതുപോലെ അന്യായമായിട്ട് ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചപ്പോൾ നിങ്ങളെല്ലാം ഡിവൈൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ആ ഒരു വേദനകളൊക്കെയും സഹിച്ചിരുന്നു എന്ന് കാണാം. അത് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നു എന്ന് ഇവിടെ കാണുന്നു. അതുപോലെ നിങ്ങളുടെ ഉദ്ദേശം വളരെ സത്യസന്ധമായതും പ്യുവർ ആയിരുന്നതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് നടക്കേണ്ടി വന്ന തെറ്റായ പാതകൾ പോലും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെക്കുറിച്ച് ഓർത്ത് പേടിക്കാതെ, ഭയക്കാതെ, ആങ്ഷ്യസ് ആകാതെ ഇരിക്കുക. നിങ്ങളെ വഴി നടത്തുന്നത് ഡിവൈനാണ്. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പോലും ഓർത്ത് നന്ദിയുള്ളവരാവുക. മനസ്സ് തുറന്ന് സന്തോഷിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുക. നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മറ്റുള്ളവർ തളർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേദനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളാണ് ശരി എന്നാണ്. നിങ്ങളുടെ വിജയം അടുത്തിരിക്കുന്നു എന്നാണ്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.